സാമ്രാജ്യത്വ രാജ്യങ്ങളുമായല്ല, കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ രാജ്യങ്ങളുമായിട്ടായിരിക്കണം ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യം അടുത്ത ബന്ധം വെച്ചു പുലർത്തേണ്ടത്. ഇതായിരുന്നു എല്ലാ കാലത്തും ഇന്ത്യയിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ വെച്ചു പുലർത്തിയിരുന്ന നിലപാട്. അന്നെല്ലാം കമ്മ്യൂണിസ്റ്റുകാരെ രാജ്യദ്രോഹികളെന്നും ചൈനീസ് ചാരന്മാരെന്നും എല്ലാം മുദ്രകുത്തി അധിക്ഷേപിച്ചു. പണ്ടിത്തരം അധിക്ഷേപങ്ങളെല്ലാം ചുരിഞ്ഞവർ ഇപ്പോൾ നല്ല ചൈനീസ് ഭക്തന്മാരായി മാറിയിരിക്കുന്നു. ഇതാണ് ഏറ്റവും പുതിയ കാഴ്ച. 2023 ഓഗസ്റ്റ് 7 ഇന്ത്യൻ പാർലമെന്റിൽ അമിത്ഷാ നടത്തിയ പ്രസ്താവന. കമ്മ്യൂണിസ്റ്റുകാർക്ക് രാജ്യസ്നേഹത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ യാതൊരു അവകാശവുമില്ല. അവർ റഷ്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ ആണ് നിർദ്ദേശങ്ങൾ തേടുന്നത്. ഇത്രയും കാലം കമ്മ്യൂണിസ്റ്റുകാരെ ചൈനീസ് ചാരന്മാരെന്ന് മുദ്രകുത്തിയവർ ഇപ്പോൾ രക്ഷ തേടി എത്തിയിരിക്കുന്നത് ചൈനയിലാണ്. നമുക്കറിയാം, ഈ 1962 2 മാസം നീണ്ടു നിന്ന ഒരു യുദ്ധത്തിന് മുമ്പ് ഈ യുദ്ധത്തിൻ്റെ ഒരു ചരിത്രം പോലും ഇന്ത്യ ചൈന ബന്ധത്തിലില്ല. സൗഹൃദത്തിൻ്റെയും കൊടുക്കൽ വാങ്ങലുകളുടെയും ചരിത്രം മാത്രമാണ് ഇന്ത്യ ചൈന ബന്ധത്തിലുള്ളത്. എന്നാൽ ആ ഒരു 1962 സംഭവത്തിന് ശേഷം ഈ ഭയങ്കര ശത്രുതയിലേക്ക് ഈ രാജ്യങ്ങൾ പോകുകയും എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ കാണേണ്ട ഒരു കാര്യം, 100 വർഷവും 30 വർഷവും 8 വർഷവും ഒക്കെ നിരന്തരമായി യുദ്ധം നടത്തിയ രാജ്യങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങൾ നടത്തിയ രാജ്യങ്ങളാണ് ബ്രിട്ടൻ ഒരു ഭാഗത്ത്, ജർമ്മനി വേറൊരു ഭാഗത്ത്, ഇറ്റലി വേറൊരു ഭാഗത്ത്, അമേരിക്ക ഒരു ഭാഗത്ത്. ഇങ്ങനെ അതായത് വ്യത്യസ്തങ്ങളായ ക്യാമ്പുകളിൽ നിന്നുകൊണ്ട് ഭയങ്കരമായ യുദ്ധം നടത്തിയ രാജ്യങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ നോക്കൂ, അമേരിക്കയും ജപ്പാനും തമ്മിലുള്ള ബന്ധം. ജപ്പാനാണല്ലോ ഏറ്റവും അധികം ആക്രമണത്തിന് വിധേയമായത് അമേരിക്കയുടെ. ഇന്ന് അമേരിക്കയുടെ ഏറ്റവും വലിയ സുഹൃത്ത് ജപ്പാനാണ്. 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകി മടങ്ങി. തീർത്താൽ തീരാത്ത പ്രശ്നങ്ങളുടെ ഊരാക്കുടുക്കിൽ ഇന്ത്യയെയും പാകിസ്ഥാനെയും കെട്ടിയിട്ടായിരുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ മടക്കം. ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ വർഗീയതയുടെ തീ കോരിയിട്ടു. ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിൽ വ്യക്തമായ അതിർത്തി നിശ്ചയിക്കാതെയായിരുന്നു ബ്രിട്ടീഷുകാരുടെ മടക്കം. 1914 അന്നത്തെ ബ്രിട്ടീഷ് സർക്കാർ അന്നത്തെ ചൈനീസ് ഭരണാധികാരികളുമായി ഒരു അതിർത്തി കരാർ ഉണ്ടാക്കി. അതാണ് മക്മോഹൻ ലൈൻ. എന്നാൽ 1949 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന ജനകീയ ചൈന സർക്കാർ മക്മോഹൻ ലൈൻ ഔദ്യോഗിക അതിർത്തിയായി അംഗീകരിച്ചില്ല. ഈ ഭിന്നത ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാനപരമായി ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്നതായിരുന്നു ഇന്ത്യയിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളുടെ നിലപാട്. ഇന്ത്യ ഇന്ത്യയുടേതെന്നും ചൈന ചൈനയുടേതെന്നും അവകാശപ്പെടുന്ന പ്രദേശമെന്ന EMSന്റെ ഒരു വാചകം തെറ്റായി വ്യാഖ്യാനിച്ച് കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടി. കാലക്രമേണ ചൈന ചൈനയുടേതെന്ന് അവകാശപ്പെടുന്ന സ്ഥലം ചൈനയുടേതാണെന്ന് അംഗീകരിക്കാൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ തയ്യാറായി എന്നതും ചരിത്രമാണ്. കാലാകാലങ്ങളായി കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയൽപക്ക രാജ്യങ്ങൾ എന്ന നിലക്ക് സൗഹാർദ്ദത്തിൽ കഴിയണം. അതിർത്തി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിലെ തർക്കങ്ങൾ സമാധാനപരമായി സഹകരണാത്മകമായ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സഹകരണാത്മകമായ നിലപാടുകൾ കൊണ്ട് ചർച്ച ചെയ്യണമെന്നുള്ളതാണ്. ഇത് 1960കളില് ഇന്ത്യ ചൈന അതിർത്തി തർക്കത്തെ തുടർന്ന് യുദ്ധത്തിലേക്ക് പോയ ഘട്ടത്തിൽ സഖാവ് EMS വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യമാണ്. അവർ അവരുടേതെന്നും നമ്മൾ നമ്മുടേതെന്നും പറയുന്ന അതാണ് ഡിസ്പ്യൂട്ട്. ആ ഡിസ്പ്യൂട്ട് ഏഷ്യയിലെ 2 പ്രധാനപ്പെട്ട രാജ്യങ്ങൾ എന്ന നിലക്ക്, അയൽ രാജ്യങ്ങൾ എന്ന നിലക്ക് സൗഹാർദ്ദപൂർവം ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കണം. അങ്ങനെ പരിഹരിക്കണം എന്ന് പറയുന്നത് ആ നിലപാട് ചൈനയുടെ നിലപാടാണ്, ചൈനയെ സഹായിക്കാനാണ് എന്ന വാദമാണ് ഇവിടുത്തെ തീവ്ര വലതുപക്ഷം, RSS, ഹിന്ദുത്വവാദികൾ, അവരോട് ചേരുന്ന കോൺഗ്രസിലെ വലതുപക്ഷ ശക്തികളെല്ലാം കാലാകാലമായി പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് വളരെ സഹകരണാത്മകമായ നിലപാടുകളിൽ നിന്ന് ഉഭയകക്ഷി ചർച്ചകളിലൂടെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ്. 1950കളിൽ ടിബറ്റിൽ ചൈന വിരുദ്ധ കലാപം നടന്നു. ടിബറ്റിലെ ബുദ്ധമതക്കാർ ആത്മീയ ഗുരുവായി കരുതുന്ന ദലൈലാമ ഇന്ത്യയിൽ അഭയം തേടി. ചൈന ദലൈലാമയെ രാജ്യത്തിന്റെ പരമാധികാരം തകർക്കാൻ ശ്രമിക്കുന്ന വിഘടനവാദിയായാണ് കണ്ടത്. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിൽ ദലൈലാമയ്ക്കും സംഘത്തിനും അഭയം നൽകി. ഇതാകട്ടെ ഇന്ത്യ ചൈന സംഘർഷം സങ്കീർണമാക്കി. 1962 ഇരു രാജ്യങ്ങളും യുദ്ധം ചെയ്തു. 2000ഓളം പേർ കൊല്ലപ്പെട്ടു. അക്കാലത്ത്
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു രാജ്യത്തെ പ്രധാന പ്രതിപക്ഷം. വിഷയം ആളിക്കത്തിച്ച് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പടർത്താൻ രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ കൈകോർത്തു. അവരുടെ കിണിയിൽ എസ് എ ഡാംഗെയുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു വിഭാഗം വീണു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നെടുകെ പിളർന്നു. CPIM എന്ന പുതിയ പാർട്ടി രൂപം കൊണ്ടു. അന്ന് ചൈനീസ് ചാരന്മാരെന്ന് മുദ്രകുത്തി ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് CPIM പ്രവർത്തകരെ ജയിലിലടച്ചു. യുദ്ധത്തിന് മുമ്പോ പിമ്പോ യുദ്ധസമയത്തോ CPIM രാജ്യതാൽപര്യത്തിനെതിരായി എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. നയതന്ത്ര ചർച്ചകളിലൂടെ ഇന്ത്യ ചൈന തർക്കങ്ങൾ പരിഹരിക്കണമെന്ന CPIM നിലപാട് രാജ്യദ്രോഹപരമാണെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ടാണ് അക്കാലത്തെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ആളിക്കത്തിച്ചത്. പിളർപ്പിന് നേതൃത്വം നൽകിയത് എസ് എ ഡാംഗെ ആയിരുന്നു. ഇതേ ഡാംഗെയെ 1981 CPIയിൽ നിന്ന് പുറത്താക്കി. ഈ തിരിച്ചറിവ് 1964 ഉണ്ടായിരുന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പിളർപ്പ് ഒഴിവാക്കാമായിരുന്നു. രാജ്യപുരോഗതിക്കായി ഇന്ത്യ കൈകോർക്കേണ്ടത് സാമ്രാജ്യത്വ ശക്തികളുമായല്ല, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുമായാണെന്ന CPIMന്റെ പ്രഖ്യാപിത നിലപാട് ശരിയെന്ന് കാലം തെളിയിച്ചിരിക്കുന്നു. അടുത്ത കാലം വരെ ചൈനയാണ് മുഖ്യ ശത്രുവെന്ന് പറഞ്ഞവർക്ക് ഇപ്പോൾ ചൈന ആശ്രയമായി മാറിയിരിക്കുന്നു. ലോകത്തിലെ 280 കോടി ജനങ്ങളാണ് ഇന്ത്യയും ചൈനയും ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ഈ 280 കോടി ജനങ്ങളുടെ, രണ്ട് രാഷ്ട്രങ്ങളുടെ സഹകരണം, ഐക്യം എന്ന് പറയുന്നത് മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം, അതിന്റെ സമാധാനപരമായ ഭാവിക്ക് വേണ്ടിയുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പ്രത്യാശാഭരിതമായ നീക്കമാണ്. ആ അർത്ഥത്തിലാണ് നരേന്ദ്രമോദിയും ഷീ ജിൻപിങ്ങും തമ്മിലുള്ള ചർച്ചകളും അവർ പരസ്പരം സഹകരിച്ചു മുന്നോട്ട് പോകാനെടുത്ത തീരുമാനങ്ങളും തീർച്ചയായിട്ടും ശ്ലാഘിക്കപ്പെടുന്നത്. അപ്പോൾ മുമ്പ് കമ്മ്യൂണിസ്റ്റുകാരെ ചൈനാചാരന്മാരെന്ന് വിളിച്ച ആളുകൾ ഇന്ന് അമേരിക്കയുടെ ലോകാധിപത്യം, ലോകമെമ്പാടുമുള്ള സ്വതന്ത്ര രാഷ്ട്രങ്ങളുടെ സമ്പദ്ഘടനകളെയും രാഷ്ട്രക്രമങ്ങളെയും തന്നെ അസ്ഥിരീകരിക്കുന്ന, അതിനെ തകർക്കുന്ന അമേരിക്കയുടെ അതീശത്വ ബോധത്തിനെതിരായിട്ട് സ്വതന്ത്ര രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ചൈനയോടൊപ്പം, റഷ്യക്കൊപ്പം ഇന്ത്യ നിലകൊള്ളുകയാണ്. ഉക്രൈൻ യുദ്ധമായാലും ഗസയിൽ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അമേരിക്കൻ പിന്തുണയോടുകൂടിയുള്ള വംശഹത്യയായാലും ഈ കാര്യത്തിലെല്ലാം അമേരിക്കക്കെതിരായിട്ട് അതിശക്തമായ ലോകവികാരം ഉയർന്നു വരികയാണ്. ഇന്ത്യയിലെ നരേന്ദ്രമോദി അമേരിക്കയുടെ ഒരു ജൂനിയർ പങ്കാളിയായിട്ടാണ് പ്രവർത്തിച്ചത്. നരേന്ദ്രമോദി ട്രംപിനെ തൻ്റെ ഏറ്റവും ഡിയർ ഫ്രണ്ടായിട്ടാണ് കണ്ടത്. അങ്ങനെയൊക്കെയുള്ള ഒരു നിലപാടുകളിൽ നിന്ന് ലോക സാഹചര്യങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റം, അമേരിക്കയുടെ ഹെജ്മണിക്ക് ഏറ്റിരിക്കുന്ന ആഘാതം, അതിൻ്റെയൊക്കെ ഫലമായിട്ട് നിലപാട് മാറ്റേണ്ട അവസ്ഥയിലേക്ക് നരേന്ദ്രമോദി എത്തിയിരിക്കുകയാണ്. കാലം തെളിയിക്കുന്നു കമ്മ്യൂണിസമാണ് ശരിയെന്ന്.